എന്താ അവിടെ ഉമ്മയും മോനും വലിയ ചർച്ചയിലാണല്ലോ? അനുവിന്റെ പെങ്ങൾ ഹസ്ന പെട്ടെന്ന് അതും ചോദിച്ചു വന്നപ്പോൾ രണ്ടുപേരും അങ്ങോട്ടേക്ക് നോക്കി. അനീസാർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊന്നും ഇല്ലടി, നമ്മുടെ ഉമ്മാക്കൊരാഗ്രഹം, ഈ മോൻ എത്രയും പെട്ടെന്ന് പെണ്ണ് കെട്ടിക്കൊണ്ടുവരണമെന്ന്. ഡീ, ഞാൻ ആലോചിക്കുകയാ, എങ്കിൽ പിന്നെ നാളെ തന്നെ കെട്ടിക്കൊണ്ടുവന്നാലോന്ന്. അയ്യട മോനെ, അതിനൊന്നും ഈ പെങ്ങളുട്ടി സമ്മതിക്കൂല. ആകെ ഒരു ആങ്ങളേ ഉള്ളൂ. ആ ആങ്ങളയുടെ കല്യാണം ഈ ഒരേ ഒരു പെങ്ങൾക്ക് ഒരു കലക്ക് കലക്കണം. അല്ല, നാളെ തന്നെ കൊണ്ടുവരാൻ പെണ്ണെവിടെ? എന്റെ ഇക്കാക്ക സാർ എവിടെയെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? അനുസാർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പോടി അവിടുന്ന്. അതും പറഞ്ഞ് അനീസാർ എണീക്കാൻ നോക്കി. ഏയ്, എവിടെയൊക്കെ പറഞ്ഞിട്ട് പോയാൽ മതി. ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്, ഇപ്പോൾ സമയമായിട്ടില്ല, ഞാൻ പറയാം. വേണ്ട, അത് പറ്റില്ല, ഇപ്പോൾ പറയണം. ആരാണ് എന്റെ ആങ്ങളയുടെ മനസ്സിൽ കയറിക്കൂടിയവൾ? സുന്ദരിയാണോ? എന്നെപ്പോലെ പാവമാണോ? ഫോട്ടോയുണ്ടോ? കാണട്ടെ. സുന്ദരിയാണ്, ഒരു കറുത്ത സുന്ദരി. നിന്നെപ്പോലെയല്ല, ഒരു പാവമാണത്. പിന്നെ ഫോട്ടോയൊന്നുമില്ലടി. അവൾക്ക് സമ്മതമാണോ എന്നൊന്നും അറിയില്ല. അതെന്റെ സ്റ്റുഡന്റാണ്. അപ്പോൾ ഇപ്പൊ ചോദിക്കാൻ പറ്റില്ല. പഠനം കഴിഞ്ഞിട്ട് അവളുടെ വീട്ടിൽ പോയി ചോദിക്കാം, ഇൻഷാ അല്ലാഹ്. മോനെ, നിങ്ങളുടെ ഉപ്പ മരിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരെയും എന്നെ ഏൽപ്പിച്ചിട്ടാ പോയത്. നിങ്ങൾക്കുള്ളതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാ പോയത്. പക്ഷേ ഒന്നും കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ഇനി ഞാനും പോകുന്നതിന് മുമ്പ് എനിക്ക് കാണണം. മുഞ്ചും പണവും ഒന്നും വേണ്ട. എന്റെ മോനെ സ്നേഹിക്കുന്ന ഒരു സോലിഹായ ഒരു മോളെ. അങ്ങനെ മനസ്സിന് എന്തോ സന്തോഷം തോന്നുന്നില്ല. എന്നാലും ഉപ്പൂപ്പയും ഉപ്പയുമൊക്കെ എന്ത് വിചാരിക്കുന്നുണ്ടാവും എന്നെപ്പറ്റി? അതും ആ സാറിനെ ചേർത്താണല്ലോ മിന്നു പറഞ്ഞത്. യാ അല്ലാ, എല്ലാം അറിയുന്നവൻ നീയാണല്ലോ. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ സത്യാവസ്ഥ നീ തെളിയിച്ചു കൊടുക്കണേ വീട്ടുകാർക്ക്. ഐഷുവിന് പെട്ടെന്ന് നാജിയെ ഓർമ്മ വന്നു. വേഗം മൊബൈൽ എടുത്ത് അവൾ വിളിച്ച് ഉണ്ടായതെല്ലാം പറഞ്ഞു. അയ്യോ മോളെ, ഇതൊക്കെ സംഭവിച്ചോ? എനിക്ക് നിന്നെ കാണണം, ഞാനിപ്പോ അങ്ങോട്ട് വരാം. വേണ്ട നാജി, ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, ഞാൻ ഉറങ്ങട്ടെ, നല്ല ക്ഷീണമുണ്ട്. എന്നാ ശരി മോളെ. ഐഷു എല്ലാം മറന്ന് ഉറങ്ങാൻ വേണ്ടി സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരുന്നു. ഐഷു, ഉമ്മയുടെ വിളി കേട്ടാണ് ഐഷു ഉണർന്നത്. ഐഷു വേഗം എണീറ്റ് വുളൂ ചെയ്ത് തഹജ്ജുദ് നിസ്കരിച്ച് റബ്ബിന്റെ മുന്നിൽ കൈ നീട്ടി ഒരുപാട് ദുആ ചെയ്തു. മനസ്സിനിപ്പോൾ നല്ല ആശ്വാസം കിട്ടിയതുപോലെ. സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ചു ഖുർആൻ ഓതി. ശേഷം മൊബൈലെടുത്ത് നാജിയെ വിളിച്ചു. നാജി, ഇന്ന് ഞാൻ വരുന്നില്ല, എന്നെ കാക്കണ്ട, നീ പോയിക്കോ. അതെന്താടി നീ വരാത്തെ? ഒന്നുമില്ല, ഒരു വയ്യാത്ത പോലെ. ആഹാ, അത് കൊള്ളാം. നിന്നോടാ മര്യാദക്ക് വരാൻ പറഞ്ഞത്. ഞാൻ കാത്തു നിൽക്കും. മോള് വന്നില്ലെങ്കിൽ ഞാനും പോകുന്നില്ല കേട്ടോ. ഓക്കെ, ബൈ. നാജി ഫോൺ കട്ട് ചെയ്തു. ഷോ, ഇവളെ കൊണ്ട് രക്ഷയില്ലല്ലോ റബ്ബേ. ഐഷു ഉമ്മയുടെ അടുക്കളയിൽ പോയി. ഉമ്മ, എനിക്കിന്ന് സ്കൂളിൽ പോകാൻ മൂടില്ലായിരുന്നു. പക്ഷേ നാജി വിടുന്നില്ല. അതെന്താ നിനക്ക് മൂടില്ലാത്തത്? ഇപ്പൊ ക്ഷീണമൊന്നുമില്ലല്ലോ. ക്ഷീണമൊന്നുമില്ല, എന്നാലും ഒരു വയ്യാത്ത പോലെ. മോളെ, ശരിക്കും എന്താ ഉണ്ടായേ? നിന്നെ സങ്കടപ്പെടുത്താനോ സംശയം കൊണ്ടോ ചോദിക്കുന്നതല്ല. എന്താ സംഭവിച്ചത് എന്ന് അറിയാൻ ചോദിക്കുന്നതാ. എനിക്കറിയില്ല ഉമ്മ. മിന്നു 2-3 പ്രാവശ്യം എന്നോട് പ്രശ്നം ഉണ്ടാക്കി. ഞാനും അവളും ഒരു വീട്ടിലാണെന്ന് അനുസാർ അറിഞ്ഞു. അത് ഞാൻ പറഞ്ഞിട്ടാണ് അറിഞ്ഞതെന്ന്. സാർ പുറത്തു നിൽക്കുന്നത് കണ്ടപ്പോൾ എങ്ങനെയാ ഇതൊക്കെ അറിയുന്നത് എന്ന് ചോദിക്കാൻ വേണ്ടി സാറിന്റെ അടുത്ത് പോയതാ. ആ നിൽക്കുന്നത് കണ്ട് മിന്നു വന്നു എന്തൊക്കെയോ പറഞ്ഞു. ഹോ, ഇതാണോ കാര്യം? മോള് വിഷമിക്കണ്ട. എന്നാലും ഉപ്പയും ഉപ്പൂപ്പയും എന്ത് കരുതുന്നുണ്ടാവും? ഉപ്പയും ഉപ്പൂപ്പയും ഒന്നും കരുതുന്നില്ല. മോള് വിഷമിക്കുന്നതിലാണ് അവർക്ക് സങ്കടം. മോള് വേഗം പോകാൻ റെഡിയായിക്കോ. ഇല്ല ഉമ്മ, ഇന്ന് എന്തായാലും ഞാൻ പോകുന്നില്ല. എന്റെ ചക്കര ഉമ്മയല്ലേ. എന്റെ ഉമ്മക്കുട്ടി ഒരു ഉപകാരം ചെയ്യുമോ? സോപ്പിക്കൊന്നും വേണ്ട. എന്താണ് കാര്യം പറ. ഒന്ന് നാജിയെ വിളിച്ചു പറയുമോ ഞാൻ ഇന്നില്ല എന്ന്? എന്റെ ഫോണിൽ വിളിച്ചാൽ അവൾ എടുക്കുന്നില്ല. ഉമ്മയുടെ ഫോണിൽ നിന്ന് വിളിക്ക്. ഓ, ഇതാണോ? അവളുടെ വായിലിരിക്കുന്നത് ഞാൻ കേൾക്കേണ്ടി വരും. മകളുടെ മടിക്ക് ഉമ്മയും കൂട്ടു നിൽക്കുന്നു എന്ന് പറയും. അങ്ങനെയൊന്നും പറയില്ല ഉമ്മ. എന്തെങ്കിലും പറഞ്ഞ് അവളൊന്ന് സമ്മതിപ്പിക്ക് പ്ലീസ്. ആ, നോക്കട്ടെ. ഹലോ,
മോളെ നാജി, മോളൊന്ന് ഐശുവിനെ കാക്കണ്ട, മോള് പൊയ്ക്കോ. ആ, നിങ്ങൾ വിളിക്കുന്നത് കണ്ടപ്പോയേ എനിക്ക് തോന്നി ഇത് പറയാൻ വേണ്ടി അവൾ നിങ്ങളെ കൊണ്ട് വിളിപ്പിക്കുന്നതാണെന്ന്. അവളുടെ ഒരു കാര്യം. ശരി, അവൾക്ക് ഞാൻ നാളെ കാണിച്ചു കൊടുക്കാം. ഐഷു ഡ്രസ്സൊന്നും മാറ്റാതെ അങ്ങോട്ട് പോകുന്നത് മിന്നു കണ്ടു. ഇതെന്താ, അവള് സ്കൂളിൽ നിർത്തിയോ? ഉപ്പുപ്പോ പോവണ്ടെന്ന് പറഞ്ഞോ? മിൻഹ ചിരിച്ചോണ്ട് പറഞ്ഞു. എങ്കിൽ നന്നായി, അവളുടെ ശല്യം ഇനി ഇല്ലല്ലോ. അങ്ങനെ ക്ലാസ് തുടങ്ങി. അനുസാർ ക്ലാസ്സിലേക്ക് വന്നു. ക്ലാസ് എടുക്കുന്നതിനിടയിൽ ഐഷ ഇരിക്കുന്ന ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. അയ്യോ, ഐഷ ഇല്ലല്ലോ. എന്ത് പറ്റി അവൾക്ക്? ഇന്നലെ മിൻഹ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവുമോ? പിന്നെ ക്ലാസ് എടുക്കുമ്പോൾ അത് തന്നെയായിരുന്നു ചിന്ത. നാജിക്ക് ഐഷ ഇല്ലാത്തത് കൊണ്ട് ടെൻഷനോടെയാണ് ക്ലാസ്സിലിരിക്കുന്നത്. സ്കൂൾ വിട്ട് അനുസാർ പുറത്തുകൂടി പോകുമ്പോഴാണ് നാജി പോകുന്നത് കണ്ട്. ഹലോ നാജിയ, ഒന്ന് നിന്നേ. നാജി തിരിഞ്ഞു നോക്കി. എന്താ സാർ? നാജിയുടെ കൂടെയുള്ള ഐഷയെ ഇന്ന് കണ്ടില്ലല്ലോ, എന്തു പറ്റി? എന്ത് പറ്റാൻ, എല്ലാത്തിനും കാരണം സാറാണ്. സാറെന്തിനാ അവളെങ്ങനെ അന്വേഷിക്കുന്നത്? ആ പാവം കറുത്തുപോയതിന്റെ പേരിൽ അവളെ ശത്രുവായി കാണുന്ന, സ്നേഹത്തിന്റെയും ബന്ധത്തിന്റെയും വില എന്തെന്നറിയാത്ത ആ അവളോട് തന്നെ വേണമായിരുന്നോ സാറിന്റെ അന്വേഷണം? പാവമാ സാർ എന്റെ ഐഷു. അവളെ പറ്റി ഇനി ആരോടും അന്വേഷിക്കണ്ട. ഒരു സാറിനോടും ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. സോറി സാർ. സാറായതുകൊണ്ട് മാത്രമാണ് ഇത്രമാത്രം പറഞ്ഞത്. കുട്ടി എന്തൊക്കെയാ പറയുന്നത്? ഞാൻ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? ആ കുട്ടി എന്നെ കണ്ടപ്പോ എന്തോ പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് മിൻഹ വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയത്. എനിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. അവള് പോയിട്ട് വീട്ടിൽ പറഞ്ഞത് സാറും അവളും തമ്മിൽ പ്രേമത്തിലാണെന്ന്. എന്ത്? അനുസാർ ഞെട്ടിപ്പോയി. പാവം പാവം എന്റെ ഐഷു. ഇത് കേട്ട് തല കറങ്ങി വീണ് ഹോസ്പിറ്റൽ വരെ ആയി. അല്ലാ, ഞാൻ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞു പോയി. അവൾക്ക് ഇഷ്ടമല്ല ഇങ്ങനെയുള്ളതൊന്നും പുറത്ത് പറയുന്നത്, അതും സാറിനോട്. സാറൊന്നും അവളോട് ചോദിക്കരുത്. ഇല്ല കുട്ടി, പേടിക്കണ്ട. ഒരുപാട് ലേറ്റായി, ഞാൻ പോകുന്നു സാർ. ശരി. ഇതൊക്കെ കേട്ടിട്ട് അനുസാർ ആകെ തളരുന്നത് പോലെ തോന്നി. പാവം പാവം ഐഷു ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ എന്തൊക്കെയോ അനുഭവിക്കുന്നു. ഒന്നുപോയി ആശ്വസിപ്പിക്കാൻ പോലും പറ്റില്ലല്ലോ. മോളെ ഐഷു, നീ എന്താ ഇന്ന് സ്കൂളിൽ പോകാതിരുന്നത്? ഉപ്പൂബ വന്ന് ചോദിച്ചപ്പോഴാണ് ഐഷു ചിന്തയിൽ നിന്നും ഉണർന്നത്. ഒന്നുമില്ല ഉപ്പൂബ, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഉപ്പൂബാന്റെ മോളെന്തിനാ സങ്കടപ്പെടുന്നത്? ഉപ്പൂബാക്ക് അറിയാം എന്റെ കുഞ്ഞൊരു തെറ്റും ചെയ്യില്ലെന്ന്. മോള് കിടന്നോ, എനിക്കും നല്ല ക്ഷീണം, പോയി കിടക്കട്ടെ. ഐഷുവിന് പെട്ടെന്ന് നാജിയെ ഓർമ്മ വന്നു. സമയം നോക്കി. അവൾ വന്നിട്ടുണ്ടാവും, വിളിച്ചു നോക്കട്ടെ. അവൾ വേഗം നാജിയെ വിളിച്ചു. പക്ഷേ 2-3 വട്ടം വിളിച്ചിട്ടും അവൾ ഫോൺ എടുത്തില്ല. എന്തെങ്കിലും തിരക്കിലായിരിക്കും, കുറച്ചു കഴിഞ്ഞ് നോക്കാം. ഇല്ല, അവൾ എടുക്കുന്നേ ഇല്ല. അവൾക്കും എന്നോട് വെറുപ്പായോ? ആരാ മോളെ അത്? കുറെ സമയമായല്ലോ ഫോൺ അടിക്കുന്നോ, നീ എന്താ എടുക്കാത്തെ? ഐഷുവോ ഉമ്മ? അത് ഐഷുവോ? എന്നിട്ട് എന്താ നീ എടുക്കാത്തെ? പാവം ആ മോള് സങ്കടപ്പെടും. കുറച്ച് സങ്കടപ്പെടട്ടെ ഉമ്മ, അവളെ നല്ലതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനൊക്കെ ചെയ്യുന്നത്. നീ എന്തൊക്കെയാ പറയുന്നത് മോളെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ.